الحمد لله الذي جعل لكم مما خلق ظلالا وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر والذي له في ملكه شريك ولا معارف أحمده حمد أصحابه جلاله وكرمه وأشهد أن لا إله إلا الله وحده لا شريك له المتعالي عن إهانة الجهال المتكبر عن إكرام السماع وأشهد أن محمدا عبده ورسوله أرسله إلى أمة شديد ضلالها وكثير جهالها اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا رب الرحمن الرحيم ഭരണകാർമ്മികരും ദയാപരമായ സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോട് നമ്മൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശക്തമായ ചൂടാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടുകാലത്ത് ഗൾഫ് രാജ്യങ്ങളിലെ ചൂടിനെ കുറിച്ച് കൗതുകത്തോടെയും ആശ്ചര്യത്തോടെയും ഒക്കെ കേട്ടിരുന്ന ഇന്ന് അവിടെ അനുഭവിക്കുന്ന അതേ ചൂട് അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ ചൂട് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പരിശുദ്ധമായ റമദാനിന് ശേഷം ഈദുൽ ഫിത്റിന്റെ ശേഷം അടുത്ത വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ഇന്നലകളിലൂടെ നാം നേടിയെടുത്ത മുഴുവൻ ഊർജ്ജവും മുഴുവൻ നന്മകളും സ്വീകരിച്ച് അവന്റെ യഥാർത്ഥ ദാസന്മാരിൽ നാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. മഴയുടെ മുഴുവൻ നമ്മെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വാസികൾ മറന്നുകൊള്ളുന്നു. ചൂടുകാലത്ത് ആരോഗ്യവകുപ്പും സർക്കാരും നൽകുന്ന നിർദ്ദേശം നമ്മൾ സ്വീകരിക്കണം. കിണറുകൾ വെള്ളം വറ്റുമ്പോൾ മറ്റുള്ളവർക്കായി നമ്മുടെ വെള്ളം പങ്കുവെക്കുന്നത് പുണ്യമാണ്, തടയാൻ പാടില്ല. ഒരു കിണർ കുടിക്കാനോ അതിന്റെ ഭാഗമാകാനോ സാധിച്ചാൽ നിലനിൽക്കുന്ന പ്രതിഫലമാണ്, ജനങ്ങൾക്ക് ഉപകാരപ്രദവുമാണ്. നമ്മൾ ചുറ്റും ജീവിക്കുന്ന ഇതര ജീവജാലങ്ങൾക്ക് ദാനത്തിന് നൽകാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികൾ നമ്മുടെ ജീവിതത്തിലെ ഈ ചൂടുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ട്. വെള്ളത്തെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അത് കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു. ഉൾപ്പെടുക്കുന്ന സമയത്ത് പോലും അമിതമാകരുത് എന്ന് സാധുവാനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രംഗമുണ്ട്. അതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉള്ളിലും ഇസ്രാഫുണ്ടോ? അത് നീ ഒരു പുഴയുടെ തീരത്തിനാണ് ഉള്ളുണ്ടാക്കുന്നതെങ്കിൽ പോലും വെള്ളം അമിതമായി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചത്. വിശ്വാസികളെ നാം മറന്നുകൊള്ളാതിരിക്കുന്നതാണ്. ചൂട് കൂടുമ്പോൾ ശാപവാക്കുകൾ പറയരുത്, അത് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും. ശക്തമായ ചൂട് വിശ്വാസികൾ പാടക സമ്മാനിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തദൽ ഹർബു ഫഅബ്രിദു ബിസ്മലാ ഫഇന്ന സിദ്ദൽ ഹർബി മിൻ ഫൈഹി ജഹന്നം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ പഠിപ്പിക്കുക, അതായത് ശക്തമായ ചൂട് കടന്നുവരുമ്പോൾ ചൂട് നിങ്ങൾ നമസ്കാരത്തെ ഭിന്നിപ്പിക്കുക, വൈകിക്കൊണ്ട് നമസ്കരിക്കും. കഠിനമായിട്ടുള്ള ചൂട് നരകത്തിയുടെ ചാരൽപ്പെട്ടതാണ്, നരകത്തിന്റെ തീരിന്റെ ജ്വാലയിൽപ്പെട്ടതാണ് എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഇത്തരത്തില് ഉള്ള സമയങ്ങളിൽ അതിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ചര്യ നടപ്പാക്കുമ്പോൾ നമുക്കൊന്നും പ്രയാസം ഉണ്ടാകേണ്ടതില്ല.
ചൂട് ശക്തമാണോ ആ നമസ്കാരം ഒന്ന് വൈകി നമസ്കരിക്കാൻ ബന്ധിപ്പിക്കാം. അത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവരുടെ ഹംബൽ പറഞ്ഞാൽ സൂര്യന്റെ ചൂട് കേൾക്കുന്നവൻ നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ഓർക്കുകയും അതിനവനെ അർഹനാക്കുന്ന പ്രവർത്തനങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യട്ടെ എന്നാണ്. അതായത് ആ ചൂടിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് തിന്മകളെ മാറി നിൽക്കട്ടെ എന്നാണ് പഠിപ്പിച്ചത്. അതേപോലെ തന്നെ വിശ്വാസികളെ ഇത്തരത്തിലെ ചൂടുകൾ നമ്മൾ ഒരുപാട് കാര്യം പഠിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ റമദാനുകൾ നേടിയെടുത്ത നോമ്പെന്ന പ്രവർത്തനം, ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ശക്തമായി ആലോചിക്കണം. ഒരു ഗ്രഹാന്തര മഴയ്ക്ക് വേണ്ടി നമസ്കാരം സംഘടിപ്പിക്കുന്നുണ്ടോ അത് ഉണ്ടായിക്കൊണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം. അതേ റമദാന് ശേഷം എന്താണ് ചൊവ്വാഴ 6 നോമ്പുണ്ട്. ശേഷം നമുക്ക് ഇടവിട്ട് വെച്ച് നോമ്പെടുക്കാം, തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പെടുക്കാം, അതേപോലെ തന്നെ സ്വതക്ക വർദ്ധിപ്പിക്കാം. ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് വിശുദ്ധമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നാം സൽക്കർമ്മം ചെയ്തുകൊണ്ട് ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി കുറച്ചൊന്നുമല്ല. അതുകൊണ്ട് വിശ്വാസികളെ നാം ശ്രദ്ധിക്കണം. 3 തരം ചൂടുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഖബറിന്റെ ചൂടാണ്. ഖബറിൽ മനുഷ്യൻ വിചാരണ നടത്തുന്ന രംഗത്തെ വിശദീകരിക്കുന്ന കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ആരാണ് റബ്ബ്, ഏതാണ് ദീന്, ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്ത വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുനാദി മിനസ് സമാഅ അൻ കദബ ഫഅബ്രിസുഹു മിനന്നാർ വഅൽബിസുഹു മിനന്നാർ ഫഫ്തഹു ലഹു ബാബൻ ഇലന്നാർ. ആ മനുഷ്യൻ നരകത്തിലേക്ക് പോകും. അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. എനിക്ക് അറിയുന്ന അയാൾ പറയും. ആ സമയത്താണ് പറയുന്നത്, വിളിച്ചു പറയുന്ന ഒരാളെ ഇങ്ങനെ വിളിച്ചു പറയുന്ന പറയാം, ഇതുകൊണ്ട് അവനെ വിളപ്പിക്കുന്നു, നരകത്തിൽ കൊണ്ട് അവനെ അർത്ഥം ധരിപ്പിക്കുന്നു, അതേ നരകത്തിലുള്ള വാർത്തകൾ തുറന്നു കൊടുക്കും എന്നാണ് കബർ ശിക്ഷയാണ് പറയുന്നത്. കബർ ചൂടാണ് പറയുന്നത്. വിശ്വാസികളെ അതുകൊണ്ട് നാം മനസ്സിലാക്കണം, കബർ വെച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള വഴികളെ. ഒന്നാമത്തെ കാര്യം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ആ ശക്തമായ ചൂട് രക്ഷപ്പെടാൻ നിങ്ങൾ ശക്തമായ സമയത്ത് നോമ്പെടുക്കണം. നാളെ പള്ളവത്തെ ചൂട് രക്ഷപ്പെടാൻ അതേ നല്ല ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അതേപോലെ തന്നെ കബറാന്റെ കൂടെ രക്ഷപ്പെടാനുള്ള വഴികളാണ് പഠിപ്പിച്ചു. കബറ് ചൂട് രക്ഷപ്പെടാനുള്ള വഴികളൊന്ന് ഖുർആൻ പാരായണം തന്നെയാണ്. മനുഷ്യനെ കബറിൽ വെക്കുമ്പോൾ കൊണ്ടുകൊണ്ടിരിക്കും. ആ സമയത്ത് ഖുർആൻ പാരായണം ഒരാളെ തടയുമെന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ റമദാൻ കഴിഞ്ഞതിന് ശേഷം കൂട്ടിവെച്ചവരെ ഒരിക്കലെങ്കിലും, ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും, ഒരു വക്കീലിനെങ്കിലും, ഒരു പേരെങ്കിലും, ഒരു 10,000 ഓതാൻ സമയം കണ്ടെത്താൻ ശ്രമിക്കുക. രണ്ടാമത്തെ സദഖ നൽകലാണ്. ഇന്ന സദഖത ലതുബി വലാഹിഹ ഹർറൽ ഖുബൂർ വഇന്നമാ യസ്തമില്ലു മുഅ്മിനു യൗമൽ ഖിയാമത്തി ഫീ സദഖതിഹി. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിശ്ചയം ദാനം പറയുന്ന ആളുകളുടെ കബറിലെ ഉഷ്ണത്തെ ചൂടിനെ വെളുത്തിക്കളയുന്നതാണ് അന്ത്യദിനത്തിൽ വിശ്വാസത്തിന്റെ ദാനധർമ്മങ്ങളുടെ തണലിലായിരിക്കുമെന്നാണ്. റമദാൻ കഴിഞ്ഞാൽ റമദാൻ മാത്രമല്ല സദഖയുള്ളത് കൊണ്ടുകൊണ്ടേയിരിക്കേണ്ട വിഷയമാണ്. നമ്മൾ സമ്പാദിക്കുന്ന ഒരു വിഹിതം അതിനുവേണ്ടി നീങ്ങിവെച്ചതായ സ്വഭാവത്ത് ഇന്നത്തെ ജോലി കഴിഞ്ഞാൽ ആ കിട്ടുന്ന ശമ്പളത്തിന്റെ വരുമാനത്തിന്റെ, ആ ജോലി കിട്ടിയ വരുമാനത്തിന്റെ 3 ഭാഗമാക്കുന്നവർ, ഒന്ന് കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ, ഒന്ന് ധർമ്മം കൊടുക്കാനാണെങ്കിൽ, മറ്റൊന്ന് നാളത്തെ ജോലിക്ക് ആവശ്യമായ, കച്ചവടത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങാനാണെങ്കിൽ, ഇങ്ങനെ വീതം വെച്ചു എന്നാണ് സ്വഭാവത്ത്. നോക്കൂ നിങ്ങള്, നമ്മുടെ ജീവിതത്തിൽ അവിടെ കണ്ടുവരണം. അതിന്റെ ഭാഗം എന്താണ്? സ്വതക്ക ചെയ്യാൻ, ധർമ്മം കൊടുക്കാൻ. അപ്പൊ വിട്ടുപോയിട്ടുള്ളത് നിരന്തരമായി കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. രണ്ടാമത്തെ ചൂട് രക്ഷപ്പെടുന്ന വിഷയത്തിൽ സ്ഥലത്ത് മനുഷ്യരാണ് നാം വിചാരണ കാത്തു നിൽക്കുന്ന മനുഷ്യരുടെ ചൂടിനെ സംബന്ധിച്ചാണ്. അവിടെ മുന്നറിയിപ്പ് നൽകിയുണ്ട്, തലക്ക് മുകളിൽ കത്തിച്ചുവെച്ച് നിൽക്കുന്ന സൂര്യൻ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? ഓരോ മനുഷ്യരും അവരുടെ പ്രവർത്തന തോതനുസരിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ തോതനുസരിച്ചുകൊണ്ടല്ല, അവനവന്റെ പ്രവർത്തനത്തിന്റെ തിന്മയിൽ തോതനുസരിച്ചുകൊണ്ട് എന്താണ് മുങ്ങി കൊടുക്കുന്നവർക്കും നിൽക്കും. എരിയാണിവര്, മുട്ടുവര്, കഴുത്തുവര്, അവിടെ വരെ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വായിലേക്ക് ചൂണ്ടി, അതേ മുമ്പിലേക്ക് ചൂണ്ടി, അങ്ങനെ ഓരോന്ന് എടുത്തു പറഞ്ഞു. പറയാൻ പ്രയാസപ്പെട്ടു പോയി. അത്രമാത്രം ശക്തമായ അക്ഷരിച്ചു നിൽക്കുന്ന ആ രംഗത്ത്
നഫ്സി 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 നഫ്സിയ അല്ലേ ആദമുള്ള അമ്പിയാക്കളുടെ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ വാചകമാണ് നഫ്സി 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 നഫ്സിയ അല്ലേ. നമ്മൾ ഓരോരുത്തരും അങ്ങനെയായിരിക്കും. അത് അവർ വെച്ചുകൊണ്ട് പറഞ്ഞു പോകുന്ന പല വാചകങ്ങളുണ്ട്. അവർക്ക് പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതായത് മാതാപിതാക്കളെ തരാം, മക്കളെ തരാം, ഭാര്യയെ തരാം, ഞാൻ സമ്പാദിച്ചെല്ലാം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കത്തിയാളിക്കൊണ്ട് ഇപ്പോൾ നരകത്തിൽ രക്ഷപ്പെടുത്തിയാലും സ്വർഗത്തിലാണെങ്കിൽ വേണ്ടിയില്ല, നരകത്തിലായാലും വേണ്ടിയില്ല, ഇവന്ന് രക്ഷപ്പെടുത്തി കാട്ടി എന്ന് പറയുന്ന വല്ലാത്തൊരു ആ രംഗമുള്ള വിശ്വാസികൾ. അതുകൊണ്ട് മനസ്സിലാക്കണം, അതേ മനുഷ്യരുടെ ചൂട് അതുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. നമ്മളേറെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് 7 ഭാഗത്ത് പറഞ്ഞിട്ട് കൊടുക്കും. നമുക്കെല്ലാവർക്കും അറിയാം ഹദീസ് അല്ലേ. എന്താ പറഞ്ഞത്? തന്റെ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, ആ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞു പോകുന്ന യുവാവിനെ പറ്റി പറഞ്ഞ യുവാക്കളെ നമുക്ക് വല്ലാത്ത റോളുണ്ട് ഇസ്ലാമിൽ. ഇസ്ലാമിൽ അവർക്ക് ഉയർത്തപ്പെട്ട സ്ഥാനം കുറച്ചൊന്നുമില്ല. തന്റെ യുവത്വമുണ്ടല്ലോ, എന്തിനു പോന്ന ആ ചോരത്തിളപ്പുണ്ടല്ലോ, നാളെ പലവരും ചോദ്യമുണ്ട് എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരുടെ സ്വഭാവത്തിനും ചരിത്രങ്ങൾക്ക് പരിശോധിച്ച് നോക്കൂ. 16 വയസ്സ് മുതൽ 13 വയസ്സ് മുതലൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന അതിനേക്കാൾ ചില പ്രായത്തിൽ കടന്നു വന്നവർക്ക് കാണാൻ സാധിക്കും. അത് ഏറ്റവും എടുത്ത പ്രായമാണ് യുവത്വം എന്ന് പറയുന്നത്. ഇബ്രാഹിം അറിയാലോ, യുവാവായിരുന്നതാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വഭാവത്തിന്റെ ചരിത്രം പറഞ്ഞാലും യുവാക്കളായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ കഴിഞ്ഞു കൊള്ളുന്ന യുവത്വത്തെ പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു പ്രായമാണ് വിശ്വാസികളെ. ആ പ്രായത്തിൽ നമ്മൾ മാന്യം കാണുന്നുണ്ട്. പള്ളിയുമായി ബന്ധിക്കപ്പെട്ടവർ എന്നല്ല പറഞ്ഞത്, പള്ളിയുമായി ബന്ധിക്കപ്പെട്ട മനസ്സുള്ളവർ, ശരീരമുള്ളവർ എന്നല്ല പറഞ്ഞത്. മനസ്സല്ലാഹുവിന്റെ ഭവനമായി ബന്ധപ്പെടുത്തുക, ആ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ആ പള്ളിയുടെ കാര്യം കൊണ്ടു നടക്കുക, അവർക്ക് ഓരോ വിഷയങ്ങൾ ഇടപെടുക, അവർക്ക് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുക, ആവശ്യമായി സംഘടന ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ അവരുടെ വാക്കുകൾ സജീവമാക്കുക. എല്ലാം കൊണ്ടും അല്ലെ മനസ്സാ റബ്ബിന്റെ ഭവനമായി കൊണ്ട് ഇഷ്ടമുണ്ടാവുക എന്നത് അത് വല്ലാത്തൊരു അവസ്ഥ സന്ദർഭം കൂടിയാണ്. അതേപോലെ അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുക, അവരുടെ യുദ്ധത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുക, അവന് വേണ്ടി വേർപിരിയുക, അതേപോലെ തന്നെ അള്ളാഹിന്റെ നല്ല ഇഷ്ടങ്ങളിൽ ഒരുമിച്ച് കൂടുക. അള്ളാഹ് കിട്ടലാത്ത കാര്യത്തിലോ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു ഭാഗത്തെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ സുന്ദരിയായ പെണ്ണ് തന്നെ ക്ഷണിക്കാതെ തിന്മക്ക് വേണ്ടി ആ തിന്മ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അവിടെ പറഞ്ഞുകൊണ്ട് വാചകമില്ല, ഇനി അഹാമുള്ള ഞങ്ങളാണ് ഭയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വാതി നിൽക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞു. അതേപോലെ രഹസ്യമായി ധർമ്മം കൊടുക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞ് അവർക്ക് പണ്ടവർ തരണ്ട് എന്നാണ്. തന്റെ റബ്ബിനെ ഓർത്തുകൊണ്ട് ഒറ്റക്കിടുന്നുകൊണ്ട് കരഞ്ഞ ആ കണ്ണുണ്ടല്ലോ നരകത്തിൽ സ്പർശിക്കുകയില്ല എന്ന. അതുകൊണ്ട് തന്റെ റബ്ബിനെ ഓർത്തുകൊണ്ട് കണ്ണീരിലൂടെ ആ രാത്രി അധ്യാപനങ്ങളിൽ ഓരോരുത്തരും കൈവരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന വളരെ കണ്ണീരത്തി ഒഴുകുന്ന രംഗം നമ്മൾ കണ്ടവരാണ്. വിശ്വാസികളെ അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ടാണോ, തന്റെ തിരി ഓർത്തുകൊണ്ടാണോ, ആ തിന്മ ആധിക്യത്തെ ഓർത്തുകൊണ്ടാണോ, എങ്കിൽ ഭയപ്പെട്ടുകൊണ്ടാണെങ്കിൽ ഇനി അത്തരം തിന്മകളിലേക്ക് ഒരിക്കലും കടന്നു വരില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്തുപോയ തെറ്റുകൾക്ക് ഖേദിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇതാ പഠിച്ചെന്നെ ഒരിക്കലും ആ തിന്മ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാറിലേക്ക് മടങ്ങി വന്നവരെ ഇനി ആ തിന്മയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ആ നമ്മുടെ നമസ്കാരങ്ങൾ മുടങ്ങാൻ പാടില്ല. ജമാഅത്ത് നമസ്കാരങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്, അതിശക്തമായി ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇന്നത്തെ സുബഹിക്ക് പോലും എത്രമാത്രം ആളുകളാണ് ഉണ്ടായത്. കുറവാണ് സംഭവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരാൻ പാടില്ല നമുക്ക്. അത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സുബഹി പോലും അത്രമാത്രം ഗൗരവം കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ അതുപോലും ആളുകൾ കുറഞ്ഞു പോയിട്ടുണ്ട്. നാം റബ്ബിനോട് തീരുമാന പ്രതിജ്ഞകളെ ലംഘിച്ചിട്ടുണ്ടോ എന്ന് ഗൗരവമായി കൊണ്ട് ഈ വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം അല്ലാത്ത സമയത്തും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ് വിശ്വാസികളെ നാം ഗൗരവമായി കാണുക. ഈ പറയപ്പെട്ട 7 വിഭാഗത്തിൽ ഒരു വിഭാഗത്തിൽ പെടാൻ ഇമാം ആദിൽ നീതിമാന ഭരണാധികാരി അല്ലെ നാം ആലോചിക്കണം. നാം അള്ളാഹുവിന്റെ തല ലഭിക്കുന്നവരാണിവർ, റബ്ബിന്റെ തല ലഭിക്കുന്ന വിഭാഗമാണവർ. അതുകൊണ്ട് വിശ്വാസികളെ ആ ഒരു വിഭാഗത്തിൽ ഏതെങ്കിലും പെടാൻ നമുക്ക് സാധിച്ചാൽ അൽഹംദുലില്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവർ കർമ്മങ്ങളാണ് അവിടെയും നൽകുന്നതെന്ന് മനസ്സിലാക്കണം. ഇന്ന് എത്രയോ കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട് ഏതാനും മണിക്കൂർ നേരത്തേക്ക് പോലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അന്ന് തലക്ക് പോയി കത്തി വെച്ച് നിൽക്കുന്ന സൂര്യന്റെ ചൂട് നമുക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുമെന്നത് ഓരോരുത്തരും ചിന്തിക്കുന്ന വിഷയമാണ്. അറിയുക, സൂര്യൻ അനുഭവിക്കുന്ന ചൂട് സത്യമാണ്. നാളെ മനുഷ്യർ തലക്ക് പോയി കത്തി വെച്ചിരിക്കുന്ന ചൂടുമെന്നാണ് സത്യമാണ്.
കൃത്യമായി മനസ്സിലാക്കണം. മൂന്നാമത്തെ വിഷയം നരകത്തിന്റെ ചൂടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ മൂന്നാമത്തെ ചൂട് നരകത്തിന്റെ ചൂടാണ്. ഖുൽനാറു ജഹന്നമ അശദ്ദു ഹർറ ലൗ കാനൂ യഫ്ഖഹൂൻ. എന്താ ഖുർആൻ പറഞ്ഞത്? അതെ, ഒരു യുദ്ധത്തിന് വേണ്ടി തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വന്ന വിഷയമാണ്. ആയത്തിന്റെ അവസാനം പറഞ്ഞ കാര്യം എങ്ങനെയാണ്? അവർ ഇന്ത്യയിലെ ഈ ചൂടിനെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ ഖുൽനാറു ജഹന്നമ അശദ്ദു ഹർറ, ആ നരകത്തിന്റെ ചൂടുണ്ടല്ലോ അതിശക്തമാണ് കേട്ടോ. പക്ഷേ ലൗ കാനൂ യഫ്ഖഹൂൻ, അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ചൂടിന് നമ്മൾ ഒന്ന് വിലയിരുത്തിയാൽ നാളെ പണ്ടത്തെ ചൂട് എന്തായിരിക്കും എന്നത് അതിശക്തമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ റബ്ബിനെ കൂടുതൽ വിനയപ്പെടാനും അതേപോലെ തന്നെ മക്കൾ കാണിക്കാനും നമ്മുടെ കർമ്മങ്ങളിലേക്ക് കൂടിയിട്ടിറങ്ങാനുമുള്ള ഏറ്റവും വലിയ അവസരം ഈ ശക്തമായ ചൂട് എന്ന് മതിയെന്ന് മനസ്സിലാക്കുക. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. തൊലികൾ മാറ്റി തരുന്ന നരകം, തൊലികൾ മാറ്റുന്ന നരകം അല്ലെ ലളിതമാണ്. ഇന്നത്തെ ൂബിയായാത്തിന സൗഫനുസ്ലിം നാറ കുല്ലമാ നബ്ജതു ജുനൂദുഹും വതനാഹു ജുനൂദൻ ഗൈറഹ ലിയദൂഖുൽ അദാബ്. ആ തത്യാലികളുടെ നരകത്തിലേക്ക് മനുഷ്യന്റെ തൊലികൾ മാറ്റിക്കൊണ്ടിരിക്കുക. എന്തിനാ? തൊലി പോയാൽ വേദനിക്കില്ല. ഒരു മുറിവ് കുറ്റക്കാരങ്ങൾ ഒരു വേദന ഉണ്ടാവില്ല. എന്നാൽ തൊഴിലാളികൾ മുറിവാക്കുകാരങ്ങൾ അതിന്റെ വേദന പ്രത്യേകമാണ്. ഈ ആയത്തിൽ വെച്ചുകൊണ്ടും കൃത്യമായി പഠനത്തിൽ ഇസ്ലാമിലേക്ക് വന്ന എന്തെങ്കിലും ശാസ്ത്രത്തിൽ വന്ന അത്ര ആളുകൾക്ക്. പക്ഷെ നമ്മൾ ഈ ആയത്തിൽ ഓടി നമുക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല, നമുക്ക് വളരാൻ കഴിഞ്ഞില്ല. ഈ ആയത്തെ ഗവേഷണം നടത്തി ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കി തൊലിയുടെ വിഷയത്തെ പറ്റി പഠിച്ച് തൊലിയിലാണ് വേദന നടക്കുന്ന വിഷയത്തെ പറ്റി പഠിച്ച് അതിന്റെ കൃത്യമായ ആ ശാസ്ത്രീയമായ പഠനങ്ങളിലേക്ക് അവതരിച്ചപ്പോ ഇസ്ലാമിലേക്ക് അവർക്ക് വ്യക്തിയില്ലാതെ വേറെ മാർഗം ഉണ്ടാവില്ല എങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര കാലമായി നമുക്ക് മാറ്റം വന്നില്ല. നമുക്ക് മാറ്റം വന്നില്ല എങ്കിൽ അവിടെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. നോക്കൂ സഹോദരങ്ങളെ, കൊട്ടാരങ്ങൾക്ക് സമാനമായി തീപോലുള്ള നരകം അല്ലെ തീപ്പൊരികളാണ്, വലിയ വലിയ തീപ്പൊരികളാണ്. അതെ, എന്റെ വർണ്ണം പറഞ്ഞു മനുതരത്തിലുള്ള തീപ്പൊരികൾ അത് തന്നുകൊണ്ട രംഗത്തെ പറ്റി പറയുന്നുണ്ട്. വിശുദ്ധ വിശ്വാസികളെ നാം തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഇവിടുത്തെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടാണ്. നരകത്തിന്റെ ചൂട് സ്വീകരിക്കുന്നില്ലല്ലോ. വിശ്വാസികളെ നാം ഓരോരുത്തരും മനസ്സിലാക്കാറുണ്ട്. നമ്മൾ തലക്കുമീതെ ഹമിയും തലക്കുന്ന വെള്ളം ചൊരിയപ്പെടുന്നതാണ്. ഹമിയും നരകവാസികളോട് പ്രവേശിക്കുകയും അതവന്റെ ഉള്ളിലുള്ളത് കുളിക്കുകയും കാൽപാദങ്ങളിലൂടെ പുറത്തേക്ക് തെളിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സ്വഹർ എന്ന് പറയുന്നത്. പിന്നീട് അവൻ പുരുഷത്തിലേക്ക് മടക്കം പറഞ്ഞാൽ വീണ്ടും അതേപോലെ ആവർത്തിക്കുമെന്നാണ് നരകത്തിന്. അതേ ആ നരകത്തിന്റെ ചൂട് അത് ഭയാനകമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വിശ്വാസികളെ ഈ ചൂടിനെ കുറിച്ച് നാം ഒരിക്കലും പഴിക്കുകയല്ല വേണ്ടത്. കൊണ്ട് സുഖായിരിക്കുകയല്ല വേണ്ടത്. അത് ആവശ്യമാണ്. കാരണം സാഹചര്യങ്ങൾക്കനുസരിച്ചും സൗകര്യങ്ങൾക്കനുസരിച്ചും അതേപോലെ തന്നെ ഒരുമാത്രനുസരിച്ച് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ടാകുമ്പോഴും അതൊക്കെ അവർ തണുപ്പ് ആസ്വദിക്കുമ്പോഴും ഈ തണുപ്പിനെ കുറിച്ചും അതേപോലെ തന്നെ നരകത്തിൽ തണുപ്പുണ്ട്. സംഹരീയം കൊടുത്തണുപ്പാണ്. രാവിലെ പോലും കുവൈത്തിലുള്ള സഹോദരൻ പറയാം, ചൂട് സഹിക്കാം പക്ഷെ തണുപ്പ് സഹിക്കാൻ കഴിയില്ല. ചൂട് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും, തണുപ്പ് സഹിക്കാൻ കഴിയില്ല. തണുപ്പ് കാലം വന്നാൽ അത് വല്ലാതെ താങ്ങാൻ കഴിയില്ല. നരകത്തിന്റെ അവസ്ഥ നരകത്തിന് തണുപ്പ്, നരകത്തിൽ തണുപ്പുണ്ട്, തണുത്ത പാനീയമുണ്ട്, ചൂടുണ്ട്, ചൂടുള്ള പാനീയമുണ്ട്. അല്ലെ വെള്ളം ആവശ്യപ്പെടും. അവൻ വെള്ളം ആവശ്യപ്പെടും. യുവാസ്യമായി ഒരു തരം വെള്ളം ചണ്ടി പോലുള്ള അതെ ഒരുക്കിയ പോലുള്ള വെള്ളം അവർ കൊടുക്കാതിരിക്കുമ്പോഴോ കഴിഞ്ഞു പോകുന്നതാണ്. അവൻ കുടിക്കുന്ന പാനീയം എത്ര ചെയ്തു, എത്ര വൃത്തികെട്ട പാനീയം. അതാണ് നരകക്കാർ കുടിക്കാൻ പറ്റും. പക്ഷെ കുടിക്കുന്ന ദാഹമുണ്ട്. ആ ദാഹം കുടിക്കേണ്ടി വരികയാണ്. അവർ കഴിഞ്ഞു പോകുന്ന രംഗം നരകത്തിന്റെ ചൂടാണ്. വിശ്വാസികൾ നാം തിരിച്ചറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ആ നരകത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗമല്ല, ഒന്ന് ശുദ്ധമായി പോയി അംഗീകരിക്കാൻ. അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ശുദ്ധമായ തൗഹീദ് പ്രഖ്യാപിക്കുക. അവർക്ക് നരകം ഹറാമാണ്. മുഅ്മിനുകൾക്ക് സുഖം. അഥവാ വിശ്വാസം ശരിയാക്കണം, വിശ്വാസം ശരിയായിട്ടുണ്ടാവണം. തോന്നിയ വിശ്വാസം നാല് തോന്നുന്ന കാര്യമില്ല. ഓരോ പറഞ്ഞ ശരിയാണ്, ഇവർ പറഞ്ഞ ശരിയാണ്, ഒറ്റ കണക്ക അല്ല. അങ്ങനെ കണ്ടില്ല ഇസ്ലാമിൽ. ഇസ്ലാമിൽ കണക്കാറില്ല. ശുദ്ധമായ തൊഴിൽ അംഗീകരിക്കുന്നുണ്ടോ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ശരിക്കില്ല. ആരെല്ലാം കണ്ടു ചേർത്തുവോ അവർ സുഖം ഹാറാമ. നരകം നിർബന്ധം, നരകം നിർബന്ധം. അപ്പോ തൗഹീദ്. രണ്ടാമത് സലഫിന്റെ അടയാളം, സുജൂദിന്റെ അടയാളമുള്ളവർ, സുജൂദിന്റെ അടയാളമുള്ളവർ
ആ അടയാളം ആത്മാർത്ഥമായി കൊണ്ട് തന്റെ റബ്ബിനെ സ്നേഹിക്കുന്ന അടയാളമുള്ളവർക്ക് നരകം നിഷിദ്ധമാണ്. അള്ളാഹിന്റെ മുമ്പിൽ എത്രയോ നേരം സുബിലെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അടയാളം അതൊക്കെ തെറ്റിദ്ധരിക്കുണ്ടാവും. വെറുതെ നമസ്കാരം ചെയ്യാൻ പറഞ്ഞത് വെറുതല്ല, ആ അടയാളം കൊണ്ട് അവരുടെ പട്ടവട്ടത്തിൽ വരിക, അവർക്ക് നരകം നിഷിദ്ധമാക്കപ്പെടും. അതേപോലെ നോമ്പ് നോക്കാറ് ശരിയാക്കാനില്ലല്ലോ. എന്താണ് ഇല്ലാ ബഅദല്ലാഹു ബിദാലിക ഞാൻ 70 വർഷം മുമ്പത്തേക്ക് ആ മാറ്റം അത്രമാത്രം മതത്തേക്ക് നിരക്കാൻ തട്ടുമാറ്റുമെങ്കിൽ ആ ഒരു നോമ്പ് കൊണ്ട് നേട്ടമുണ്ടെങ്കിൽ വിശ്വാസികളെ നോമ്പ് കഴിഞ്ഞിട്ടില്ല, തുടരട്ടെ നോമ്പുകളെ. നമ്മുടെ അവസാനത്തിൽ പക്ഷേ സൽക്കർമ്മകൾക്കില്ല, അവസാനമില്ല. കാര്യം പിന്നെ ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ കത്തിയാവുന്ന നരകത്തിൽ നിന്ന് വേദനയുടെ കബറിശയിൽ നിന്ന് ഭയപ്പെട്ട് മനസ്സിൽ അനുഭവങ്ങൾ നമുക്ക് കൂടുതലും ലഭിക്കുന്നത് പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. ആ അതിന്റെ ത്യാഗങ്ങൾ ഉൾക്കൊള്ളുക. ചൂടിനെ ഇസ്ലാമിന്റെ ഖുർആനിലൂടെ സുന്നത്തിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. അങ്ങനെ സൽക്കർമ്മങ്ങളെ കറങ്ങിത്തിരിക്കുക. ആ റബ്ബിനെ തൗഫീഖിനോട് പ്രാർത്ഥിക്കുക. ഇത്തരം പിന്നെ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ആ റബ്ബിലേക്ക് കൂടി ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളായി തിരിച്ചു വരിക നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിയിൽ സൂക്ഷിക്കണം. റമളാനിൽ ചെയ്ത നന്മകൾക്ക് നമുക്ക് തുടർച്ചയുണ്ടാവണം. അഥവാ പ്രവർത്തനം പതിവായി ചെയ്യാൻ കഴിയില്ല. റമളാനിൽ മാത്രം അല്ലാഹുവിനെ അറിയുന്നവരുണ്ട്, അത് പാടില്ല. അല്ലാഹുവിനെ റമളാൻ കഴിഞ്ഞാൽ നമ്മൾ അറിയണം. റമളാനിൽ വരെ ശുഭാദിയാണ് അപ്പോഴാണ് നമുക്ക് ഇബാദത്ത് തുടർച്ചയുണ്ടാകുന്നത്. റമളാൻ ചെയ്ത കർമ്മങ്ങളൊക്കെ അല്ലാഹു കബൂലാക്കിയത് തെളിവെന്താണ്? തുടർച്ചയായി കൊണ്ട് തുടർത്തിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അല്ലാഹു സ്വീകരിച്ച തെളിവാണ്. അത് അവരുടെ മനസ്സിലുള്ള നമ്മുടെ ബന്ധമാണ് നമുക്ക് തുടർത്തിക്കൊണ്ടുപോകാൻ സാധിക്കണം. പള്ളിയിൽ നിന്ന് ഇനിയും ബാങ്ക് കേൾക്കും. ബാങ്ക് റമളാൻ കഴിഞ്ഞ അവസാനിക്കില്ല. റമളാൻ ശേഷം ബാങ്ക് ദിവസം കേട്ടു. പക്ഷേ അവിടെ കണ്ണോടി നമുക്ക് കഴിയണം. പ്രയാസപ്പെടുന്ന ആളുകൾ ചുറ്റുപാട് അത് നമുക്ക് എന്താ കഴിയണം? അവർക്ക് വേണ്ടി ഇനിയും സ്വതന്ത്ര ചെയ്യാൻ കഴിയും. സുന്നത്ത് നോമ്പുകളുടെ നിർവഹിക്കാൻ സാധിക്കണം. വിശുദ്ധ പഠനത്തിനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. മരണം വരെ ആരാധന മുഴുകാൻ റബ്ബിന്റെ കൽപ്പന മരിക്കള് വരെ അതുപോലെ വിശ്രമല്ല. നമ്മൾ അറിയാണ് ഒരു ഒഴിവില്ല, ദുനിയാവിലെ ഒരു ഒഴിവില്ല. പക്ഷെ ദീന്റെ കാര്യത്തിൽ മാത്രം ഒഴിവില്ല. ബാക്കി എല്ലാത്തിനും ഒഴിവുണ്ട്. ബാക്കി എല്ലാത്തിനും ഒഴിവുണ്ട്. ജമാഅത്ത് നിസ്കാരത്തിൽ പോകാൻ ഒഴിവില്ല, കല്യാണത്തിൽ പോകാൻ ഒഴിവുണ്ട്, ഒരു പ്രവാസത്തിൽ പോകാൻ ഒഴിവില്ല, ഗാനങ്ങൾ പോകാൻ ഒഴിവുണ്ട്, ടൂർ പോകാൻ ഒഴിവുണ്ട്, അല്ലേ? എല്ലാത്തിനും ഒഴിവുണ്ട്. അതൊക്കെ നമുക്ക് ഒഴിവുണ്ട്. ജമാഅത്ത് നിസ്കാരങ്ങൾ അതേപോലെ തന്നെ രീതിയായ കാര്യങ്ങൾ പഠിക്കുന്ന സദസ്സുകൾ അവിടെ നമുക്ക് എടുക്കാൻ ഒഴിവില്ല. അവിടെ നമുക്ക് തീരെ ശ്രദ്ധയില്ലാതെ ഉപയോഗിക്കും. ആ വിശുദ്ധ പ്രധാനങ്ങളും അള്ളാഹുവിന്റെ ആ നമുക്ക് കാണിച്ചെന്ന ആ ഇബാദത്തുകളുള്ള അവഗണനയും അവജ്ഞയും അതേപോലെ തന്നെ നിഷേധത്തെ നമ്മൾ കാണിക്കുമെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ പരീക്ഷണം ഇതാണ്. അതിലപ്പുറം നമുക്ക് വരും. അപ്പൊ നമ്മൾ മേപ്പർ നോക്കും. അപ്പൊ ഉണ്ടാവാൻ പാടില്ല. ചൂട് കാരണം പറഞ്ഞ എന്താ പറയാ, പിന്നെ ചൂടിന്റെ പേര് പറഞ്ഞിട്ട് ഇബാദത്ത് മുടക്കം പറയാൻ പാടില്ല. അങ്ങനെ ചില ആൾക്കാർ ഇപ്പൊ കോഴിക്കോട് ചില ആൾക്കാർ മാസ്ക് നോട്ട് ഇറങ്ങാം, അങ്ങാടി പോകും, പള്ളിക്ക് മാത്രം വരില്ല. അതിന്റെ അവിടെ കൊറോണ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പോഴാണ് പറഞ്ഞ ആൾക്കാരുണ്ട് കൊറോണ പള്ളിയാണ് അന്നാലും കയറി പോയാൽ കുഴപ്പമില്ല. അപ്പൊ ആലോചിച്ചു എന്തുകൊണ്ടാണ് സംഭവിച്ചു? അതിന്റെ വിഷയത്തിന്റെ ഭാഗം കൂടിയാണ്. പള്ളിയിലെത്ര കൊറോണ ഉണ്ട് അങ്ങനെ പറഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, നമ്മളെ അനുഭവിച്ച പഴയകാല കഷ്ടപ്പാടുകളെ കുറിച്ച് പല തലമുറക്ക് ഇങ്ങനെ ഉണർത്തിക്കൊണ്ട് കൊടുക്കണം. പഴയകാല വീട് വളർച്ചകൾ ആ ഉളച്ചെടുപ്പും പൈക്കോളം വേണ്ടതും അലതുപോലെ വെച്ചതും ആ പഴയകാലത്തിട്ടും ആ ഇപ്പത്തെ കട്ടപാട് ഉപയോഗിക്കുന്ന തിണ്ടക്കുണ്ട് ചെറുപ്പം പലതുമായിട്ടുള്ളത് ആ പഴയ വീടിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയാൽ അല്ലെ ആ പഴയ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഒരു കാര്യങ്ങൾ ഏകദേശം കൊല്ലായിട്ട് മാറ്റം കണ്ടായിട്ട് വളരെ കുറഞ്ഞ വർഷമായിട്ടുള്ളൂ. പെട്ടെന്നുള്ള ചന്ദ്ര അതിശക്തമായ ആ ഒരു മുന്നേറ്റം കഴിയും. പക്ഷേ പഴയ നമ്മൾ പലപ്പോഴും മറന്നു പോകുക. പഴയത് നമ്മൾ മറന്നു പോകുന്നതൊക്കെ വരും തലമുറക്ക് ഗുണഭാവം നമുക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സാധിക്കണം. കാലാവസ്ഥ വ്യതിയാനവും ജീവിത രീതികളും എല്ലാം മാറുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ നമുക്കത് കഴിയണം. അതുകൊണ്ട് ഈ ശക്തമായ ചൂടിന് നാം പരിഹാരമായി നമ്മൾ നിർദ്ദേശിക്കുന്ന പലപ്പോഴും കാണുന്നത് മഴയില്ലാതെ വരുമ്പോൾ കാണുന്നത് മാത്രമാണ് മഴയ്ക്ക് വേണ്ടി നമസ്കാരം. ഇൻഷാ അല്ലാഹ് ഇവരുടെ ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ കന്നനാട് കോളേജിൽ വെച്ച്
മഴക്കുള്ള നമസ്കാരം 7 മണിക്ക് രാവിലെ 7 മണിക്ക് എല്ലാവരും കഴിയുന്നത്ര എല്ലാവരും അത് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓരോ സാധനങ്ങളുടെ ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും ഓരോ സ്ഥലത്ത് ഒഴിച്ചു കൂടി നമ്മുടെ നാട്ടിലെ മഴ വേണം. കൃഷി ഉൽപ്പന്നങ്ങള് പക്ഷിമൃഗാദികള് എല്ലാവരും മഴയില്ലാത്ത പ്രയാസപ്പെടുന്ന ചൂട് കാരണം ശക്തമാകാം. എല്ലാവരും ഒരുമിച്ച് കൂടുക, ഇതിന് നമസ്കരിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ഭരണാധികാരി സൂചിപ്പിച്ചു പോയ കർമ്മങ്ങളൊക്കെ നമുക്ക് അകത്തിരിക്കാൻ കഴിയണം. ഒരുപാട് നല്ല വിവാദം ചെയ്യാൻ സാധിക്കണം. വിശുദ്ധ പാരായണം പഠനം എല്ലാം കൃത്യമായി നടക്കണം. നോമ്പെടുക്കാൻ കഴിയും, സദക്ക വർദ്ധിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് വിവാദം ചെയ്തുകൊണ്ട് ആ മഴക്കുള്ള നമസ്കാരത്തിന് വേണ്ടി അവിടെ എത്തിപ്പെട്ടാണ് അനുകൂടി വേറെയാണ്. അവിടെ നമസ്കാരം ആ കൃത്യമായി ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നല്ലതായി ജീവിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നാം പരമാവധി ആ നമസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അഥവാ അത്തരം അവസ്ഥയിൽ മഴ കിട്ടാതിരിക്കുമ്പോൾ ഈ നമസ്കാരം കൃത്യമായി പഠിപ്പിച്ചതിലൂടെ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ മാസത്തിൽ 2ാമത്തെ വെള്ളിയാഴ്ചയാണ് പള്ളി നിർമ്മാണ പഠനക്കാരും കൂടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ്, അഥവാ ചൂടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിഷയത്തെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇതിന്റെ അവസാനമാണ് നിങ്ങൾ കാര്യം സൂചിപ്പിക്കുക. നല്ല ചൂട് ദിവസം മുഅ്മിൻ പറഞ്ഞ വാക്കുകൾ എങ്ങനെ പറയാ? എന്തൊരു ചൂടാണ് എന്നല്ല, എന്തൊരു ചൂടാണെന്ന് പറയുന്നത് എപ്പോഴാണ്? അള്ളാഹുവിന്റെ ദിക്ർ തന്നിട്ടുള്ള, അള്ളാഹുവിന്റെ കലാം തന്നിട്ടുള്ള അത് ആ ശ്രേഷ്ഠമായ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ്. അതാണ് വിശ്വാസം പറയുന്നത്. അങ്ങനെ വിശ്വാസം പറയട്ടെ. ശക്തമായ ചൂടാത്രങ്ങൾ അനുഭവിക്കുമ്പോ വിശ്വാസികള് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്, ശരിക്കാനല്ല പഠിക്കാനല്ല പറഞ്ഞത്. ഇതാണ് ചൂടുള്ള സമയത്തുള്ള നമ്മുടെ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥന ഉയർന്നു വരാൻ, ശക്തമാകാൻ നാം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചൂടിന്റെ അവസ്ഥകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് യേശുക്കാരെ കുത്തിരിക്കാനല്ല പറഞ്ഞത്, മറിച്ച് റബ്ബുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക, ഈ മാത്രം സജീവമാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ ആ ഒരു കർമ്മമുണ്ടല്ലോ, ഇസ്തിഖാമത്തുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിലോ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ആ ഇസ്തിഖാമത്തുള്ളവർക്ക് മലക്കുകൾ എന്താ പറഞ്ഞത്? ഏതാ ഇസ്തിഖാമത്ത്? റബ്ബിനെ മാത്രം ആരാധിക്കുക. സുമ്മസ്തഖിം ഇതിനെ അടിവച്ച് നിൽക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ആറ് കൂടുതൽ കാര്യമില്ല. സുമ്മസ്തഖിം അത് അടിവച്ച് നിൽക്കണം, അടിവച്ച് നിൽക്കണം. അവന്റെ അടുക്കലാണ് മലക്കുകൾ വരിക. എന്താ പറയാ? അല്ലാ തഖാഫു വലാ തഹ്സനു, ദുഃഖിക്കാൻ ഭയപ്പെടേണ്ട, സ്വർഗ്ഗത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നവരാണ്. ആരാണ് മലക്കുകൾ? ആരെന്ന് മലക്കുകൾ? സൽമാൻ ഫാരിസി റളിയല്ലാഹുവിന്റെ അവസാന വിശ്വാസക്കാരുടെ ചരിത്രത്തില് ആ സ്വഹാബി തന്റെ ഭാര്യ പറഞ്ഞ വാചകമുണ്ട്. എന്താ വാചകം? ഒന്നുമില്ല, ഞാൻ ഒരു സാധനം പറമ്പിൽ എന്റെ സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ പോയി എടുത്തുവാ. അതെന്താ കസ്തൂരിയായിരുന്നു എന്നത് എടുത്തുകൊണ്ട് ലേശം എടുത്തുകൊണ്ട് ഒരു പാത്രത്തിൽ ലേശം വെള്ളം വെച്ച് ദിവസാക്കുക. എന്റെ ചുറ്റുവട്ടം തെളിക്കണം. ഇവിടെ കുറച്ച് ആളുകളും അവർക്ക് ഭക്ഷണം ആവശ്യമില്ല, യേശുബന്ധം ഭയങ്കര ഇഷ്ടമാണ്. ഇനി അത് തെളിച്ചതിന് ശേഷം വാഴടിച്ച് പുറത്തേക്ക് പോകണം. എന്റെ വാഴകളൊക്കെ പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് പോയി വാഴടിച്ചു. അല്പസമയം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ സൽമാൻ ഫാരിസി അവസാനിക്കും. വിശ്വാസികളെ, അതാണ് എല്ലാത്ത രംഗമാണ്. അതെന്ത് വേണം? ഇസ്തിഖാമത്തിലാവണം. അവളെ മാത്രം ഭക്ഷണം കണ്ടാൽ പോരാ, ശേഷം നമുക്ക് ഇസ്തിഖാമത്തിലാവണം. ഭക്ഷണം കാണാൻ കഴിയും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രം ഭക്ഷണം കൊടുക്കുന്ന അവസ്ഥ അതൊരിക്കലും വിശ്വാസികളുണ്ടാവില്ല. വിശ്വാസികൾ ഓർക്കുന്നവരായിരിക്കും. ആരോഗ്യത്തിന് കഴിയാം. സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്ന ചെറുപ്പമായ പാപം മാറും. അവൻ മഹത്തായ പദവികൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വിശുദ്ധ കർമ്മങ്ങൾ സ്വീകരിക്കുന്ന അമലായി നാളെ പന്തളത്തിൽ അറിയാൻ സ്വർഗീയമായ കവാടങ്ങൾ കടന്നുപോകുന്ന മഹാഭാഗ്യവന്മാരുടെ മേലെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ മരണപ്പെട്ടു നൽകുമാറാകട്ടെ. അവരെ നമ്മെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിരാസങ്ങളും ശിവയും ആരോഗ്യവും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിനും സമ്പത്തിനും ആരോഗ്യത്തിനും ജോലിക്കും അതുപോലെ ബിസിനസ്സിനും എല്ലാം ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. കടങ്ങളുടെ വിരാസങ്ങൾക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات والقاضي الحاجات. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه
اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. اللهم انصر من نصر الدين. اللهم انصر اخوان المسلمين في فلسطين. اللهم انزل المستضعفين من المؤمنين في غزه. اللهم انزل الكتاب ومجري السحاب وحاسم الاحزاب اهزمهم وانصرنا عليهم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم اغثنا اللهم اغثنا اللهم اغثنا غيثا مغيثا هنيئا مريئا سريعا عادلا ويكون لنا حياء مربعا. اللهم اسقنا اللهم اسقنا اللهم اسقنا. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد.